ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം. ബോയപതി ശ്രീനു, നന്ദമൂരി ബാലകൃഷ്ണ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് അഖണ്ഡ 2. തെലുങ്കിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ ബോയപതി ശ്രീനുവും തെലുങ്കിലെ സൂപ്പർ താരം NBK എന്ന നന്ദമൂരി ബാലകൃഷ്ണയും ഒന്നിച്ചു പ്രവർത്തിക്കുന്ന 4ാമത്തെ ചിത്രമാണ് അഖണ്ഡ 2 താണ്ഡവം. ദിവസങ്ങൾക്ക് മുമ്പിറങ്ങിയ ട്രെയിലർ ഏറെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു. ഉഗ്രരൂപത്തിൽ തൃശൂലവുമേന്തി ഹിമാലയത്തിൽ ശിവഭഗവാന്റെ പ്രതിരൂപമായി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ബാലകൃഷ്ണയുടെ കഥാപാത്രത്തെയാണ് ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 14 റീൽസ് പ്ലസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പ്രശസ്ത സംഘടന സംവിധായകരായ രാം ലക്ഷ്മൺ ആണ് അതിശയിപ്പിക്കുന്ന സംഘടന രംഗങ്ങൾ ഒരുക്കിയത്. സംയുക്ത നായികാവേഷം ചെയ്യുന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആദി പിന്നിസെട്ടിയാണ്. തമനാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത്. വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കണ്ണപ്പ. തെന്നിന്ത്യൻ പ്രേക്ഷകർക്കൊപ്പം ബോളിവുഡ് ആരാധകരും കാത്തിരിക്കുന്ന ചിത്രമാണ് കണ്ണപ്പ. തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രത്തിൽ പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ എന്നിവരുൾപ്പെടെ വൻ താരനിരയാണുള്ളത്. ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ നേടി. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. വിശ്വാസം, ഭക്തി, വിധി എന്നിവയുടെ ഒരു ഇതിഹാസ യാത്രയാണ് ഈ ചിത്രം സമ്മാനിക്കുക. ഭക്തിയോടൊപ്പം മാസും ആക്ഷനും ചേർന്ന കിടിലൻ വിഷ്വൽ ട്രീറ്റാണ് കണ്ണപ്പ ഒരുക്കുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ തരുന്നത്. അക്ഷയ് കുമാർ ശിവനായും മോഹൻലാൽ കിരാതനായും വേഷമിടുന്നു. രുദ്ര എന്ന കഥാപാത്രമായി പ്രഭാസ് എത്തുന്നു. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശരത് കുമാർ, മോഹൻ ബാബു, കാജൽ അഗർവാൾ, പ്രീതി മുകുന്ദൻ, അർപ്പിത് രംഗ, ഐശ്വര്യ, മധുബാല എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ കെച്ചയാണ്. സംഗീതം സ്റ്റീഫൻ ദേവസി. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 6ഓളം ഭാഷകളിൽ ചിത്രം ആഗോള റിലീസായെത്തും. വമ്പൻ വിജയമായി തീർന്ന മാർക്കോയുടെ 2ാം ഭാഗം ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചു ഉണ്ണി മുകുന്ദൻ. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? റിലീസ് ചെയ്തപ്പോൾ വൻ ജനശ്രദ്ധ നേടിയ പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രമായ മാർക്കോയ്ക്ക് തുടർച്ച ഉണ്ടാകില്ലെന്ന് മലയാള നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥിരീകരിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ഒരു ആരാധകന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് മാർക്കോ 2വിന്റെ പദ്ധതികൾ ഉപേക്ഷിച്ചതായി താരം വെളിപ്പെടുത്തിയത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അക്രമാസക്തമായ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെട്ട മാർക്കോ ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. എന്നാൽ OTT റിലീസ് ചെയ്തതിനു ശേഷം കടുത്ത വിമർശനങ്ങൾ ചിത്രത്തിന് നേരിടേണ്ടി വന്നു. ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന അമിതമായ അക്രമത്തെയും തീവ്രതയെയും കുറിച്ച് കാഴ്ചക്കാർ ആശങ്കകൾ ഉന്നയിച്ചു. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോയിൽ സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ എന്നിവരോടൊപ്പം നിരവധി ബോളിവുഡ് നടന്മാരും പുതുമുഖങ്ങളും അണിനിരന്നിരുന്നു. അഭിറാം രാധാകൃഷ്ണൻ, ഫറ ഷിബില എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് നേരറിയും നേരത്ത്. I need divorce. അല്ലെങ്കിലും പെമ്മക്കട കാര്യം വരുമ്പോഴേക്കും എല്ലാ അപ്പന്മാർക്കും ഒരുമാതിരി അവിഞ്ഞ. രഞ്ജിത്ത് GV രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ സ്വാതിദാസ് പ്രഭു, S ചിദംബരകൃഷ്ണൻ, രാജേഷ് അഴീക്കോടൻ, വേദിക, സുന്ദർ പാണ്ഡ്യൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലെ അപർണ എന്ന പെൺകുട്ടിയും ഒരു ഇടത്തരം കുടുംബത്തിലെ സണ്ണിയും തമ്മിലുള്ള പ്രണയവും അശ്വിൻ എന്ന ചെറുപ്പക്കാരൻ അപർണയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ലൈഫിൽ ചിലർക്ക് റീപ്ലേസ്മെന്റുകളില്ല, ലൈക്ക് അച്ഛൻ, അമ്മ. അതുപോലെ തന്നെയാണ് എനിക്കെന്റെ ബെറ്റർ ഹാഫ്. ഉദയൻ അമ്പാടിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് TS വിഷ്ണുവാണ്. ഇത് സണ്ണിയുടെ അപർണയുടെയും കഥയല്ലേ? ഇതിൽ എൻ്റെ റോൾ എന്താ? ട്രെയിലർ ടൈം പൂർണ്ണമാകുന്നു. നമസ്തേ.